എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 1.5 മാസം മുമ്പ് എയർ ലെയറിങ് ചെയ്ത ചാമ്പ ഇപ്പോൾ പ്ലാന്റ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. എല്ലാ കൊമ്പുകളിലും നല്ലപോലെ വേരുകൾ വന്നിട്ടുണ്ട്. ഈ പ്ലാന്റ് ഹോം ഗ്രൗണ്ടിൻ്റെ തായ് റെഡ് ബെൽ എന്ന ഇനം ചാമ്പയാണ്. കഴിഞ്ഞ 2 കൊല്ലമായി നല്ലപോലെ കായ്ക്കുന്ന പ്ലാന്റാണ്. അതുകൊണ്ടാണ് നമ്മൾ മദർ പ്ലാന്റായി തിരഞ്ഞെടുത്തത്. മഴക്കാലത്ത് നമുക്ക് വളരെ സക്സസ്ഫുള്ളായി ചെയ്യാൻ പറ്റുന്നൊരു പ്രൊപ്പഗേഷൻ മെത്തേഡാണ് എയർ ലെയറിങ്. ഇതിനായി നമുക്ക് ട്രീറ്റ് ചെയ്ത ചകിരിച്ചോറ്, വെർമി കമ്പോസ്റ്റ്, ഒരല്പം മണ്ണ്, പിന്നെ റൂട്ടിംഗ് ഹോർമോൺ കൂടെ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലപോലെ റിസൾട്ടിൽ നമുക്ക് എയർ ലെയറിങ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇവിടെ 2 മെത്തേഡിലാണ് ലെയറിങ് ചെയ്തേക്കുന്നത്. ഒന്ന് പൊതുവായി ചെയ്യുന്ന രീതിയിലുള്ള കവർ ഉപയോഗിച്ചും, രണ്ടാമതായി ലെയറിങ് കപ്പ് ഉപയോഗിച്ചുമാണ്. ഇങ്ങനെ വേരിന് ക്ഷതം പറ്റാത്ത രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ കവർ ഉപയോഗിച്ചുള്ള രീതിയിലുള്ള കട്ടിങ്ങാണ് ഇപ്പോൾ എടുത്തേക്കുന്നത്. ഇതിന് നല്ല രീതിയിൽ വേര് വന്നിട്ടുണ്ട്. നമുക്ക് കവർ പൊട്ടിച്ച് വേരുകളെല്ലാം വെളിയിൽ വന്നിട്ടുണ്ട്. നല്ല ഹെൽത്തിയായ വേരുകളാണ് ഇതിൽ വന്നേക്കുന്നത്. ഇത്രയും പ്ലാന്റുകളാണ് നമ്മൾ ലെയർ ചെയ്തെടുത്തത്. അറൗണ്ട് ഒരു 10 പ്ലാന്റ് നമുക്ക് ഇതിൽ കിട്ടിയിട്ടുണ്ട്. ഇത് ലെയറിങ് കപ്പ് ഉപയോഗിച്ച് ലെയർ ചെയ്തെടുത്ത പ്ലാന്റാണ്. കവർ ചെയ്തതിനെക്കാട്ടിയും വേരൽപ്പം ഇതിന് കുറവാണ്. പക്ഷേ എന്നാലും അത്യാവശ്യം വേരായിട്ടുണ്ട്. ലെയറിങ് കപ്പ് തുറക്കുന്ന ഒരവസ്ഥ വരെ ഇതിനെത്തിയിട്ടുണ്ട്. ഇത് ലെയറിങ് കപ്പാണ്. ഇതിലൂടെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇത് തുടക്കക്കാർക്ക് ലെയറിങ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. നമ്മൾ പറഞ്ഞ മിക്സ് ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ച് പെട്ടെന്ന് ലെയറിങ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്ത ചെടികൾ ഇനി കവറിൽ നിറയ്ക്കുന്നതാണ്. ഇതിന് പോട്ടി മിക്സ് ഉണ്ടാക്കുമ്പോൾ മണ്ണല്പം ലൂസായാണ് നമ്മൾ പോട്ടി മിക്സ് ഉണ്ടാക്കുന്നത്. കാരണം പുതിയ വേരുകൾ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോൾ അതിന് പെട്ടെന്ന് ഓടി റെഡിയാവാനുള്ള ഒരു രീതിക്കാണ് നമ്മൾ പോട്ടി മിക്സ് റെഡിയാക്കുന്നത്. എല്ലുപൊടി, വേപ്പമണ്ണാക്ക്, ചാണകപ്പൊടി, സ്യൂഡോമോണസ് ഇതെല്ലാം മിക്സ് ചെയ്താണ് നമ്മൾ പോട്ടി മിക്സ് ഉണ്ടാക്കുന്നത്. ചകിരിച്ചോറ് അല്ലെങ്കിൽ ഉമി കുറച്ചല്പം മുമ്പോട്ട് നിർത്തും, പോട്ടി മിക്സിന് നല്ല ഇളക്കം കിട്ടാൻ വേണ്ടി. ഇതിങ്ങനെ നട്ടതിന് ശേഷം നമ്മൾ കുറച്ച് നാൾ തണലത്ത് വയ്ക്കും. തണലത്ത് വെച്ച് ചെടിയൊന്ന് നല്ലോണം വേരോടി തുടങ്ങിയതിന് ശേഷം മാത്രം നമ്മൾ കുറേശ്ശെ വെയിലത്തോട്ട് ഇറക്കി പ്ലാന്റിനെ ഹാർഡൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ കായ്ച്ച പ്ലാന്റിൽ നിന്ന് എയർ ലെയർ ചെയ്തതുകൊണ്ട് ഒരു മെച്യൂറായ പ്ലാന്റിൻ്റെ സ്വഭാവം കാണിക്കുകയും നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട് ധാരാളം ഫ്രൂട്ട്സ് ലഭിക്കുന്നതുമാണ്. അടുത്ത വീഡിയോയിൽ നമ്മൾ എയർ ലെയറിങ് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് വിശദീകരിക്കുന്നതായിരിക്കും. ഇത്രയും പ്ലാന്റുകളാണ് നമ്മളിന്ന് റെഡിയാക്കി എടുത്തേക്കുന്നത്. നമുക്ക് നല്ലോണം വേരോടി കഴിഞ്ഞാൽ സെയിലിന് റെഡിയാകുന്നതാണ്.